ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനുപമ എഴുതിയിരിക്കുന്ന ഒരു മെയിൽ വായിക്കാം. മാഡം, എൻ്റെ പേര് അനുപമ, യഥാർത്ഥ പേരല്ല. ഇപ്പോൾ 31 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് എൻ്റെ ഒരു പഴയ കഥ പറയേണ്ടി വരും. ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളൊരു പയ്യനുമായി ഒത്തിരി ഇഷ്ടത്തിലായിരുന്നു. ആക്ച്വലി കുറേ പെണ്ണുങ്ങൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. എനിക്ക് വാശിയായിരുന്നു അവനെ എനിക്ക് തന്നെ സ്വന്തമാക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് ചൂണ്ടയിട്ടതാണ്. അതിൽ അവൻ കയറി കൊത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചില പ്രശ്നങ്ങൾ മനസ്സിലായത്. കാര്യം പ്രണയമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിയിരിക്കാനോ മരം ചുറ്റി ഓടാനോ ഒന്നുമല്ല. അവൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ കറങ്ങാൻ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. പ്രേമം ഒരു പുലിവാലുണ്ടാക്കുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഊഹിക്കാൻ പറ്റിയിരുന്നില്ല. ക്ലാസ്സിലൊക്കെ വെച്ച് കാണുന്നു, സ്കൂളിൽ കൂടെ കറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ മറ്റോ കറങ്ങാം എന്നൊക്കെ മാത്രമേ കണ്ടുള്ളൂ. അതാണോ കറക്കുമെന്ന് അവൻ എന്നോട് ചോദിച്ചു. അതല്ല കറക്കം, നമുക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് കടപ്പുറത്ത് പോകാം, സിനിമാ തിയേറ്ററിൽ പോകാം, പിന്നെ ബാഗിൽ യൂണിഫോം അല്ലാതെ മറ്റൊരു ഡ്രസ്സ് നീ വെക്കണമെന്നൊക്കെ പറഞ്ഞു. ആദ്യം എനിക്ക് വലിയ പേടിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ പ്രേമിച്ചിട്ട് അങ്ങോട്ട് ചെന്ന ആള് അപ്പോൾ അവൻ വീണു. അവൻ ഇനി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലോ എന്നോർത്ത് അവൻ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ പോകാൻ തുടങ്ങി. ആദ്യം ചെറിയ ചെറിയ ടച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ഭാവം മാറി. തിയേറ്ററിലൊക്കെ വെച്ച് അവൻ്റെ കൈകൾ ഇഴഞ്ഞിഴഞ്ഞു വന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വേണ്ടാന്ന് ലോകത്തിൽ ഒരു കാമുകിയും പറയില്ലെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വാശിയായി. ഞാനും ഒരു കാമുകി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു കാര്യങ്ങൾക്കും ഞാൻ എതിര് പറഞ്ഞില്ല. തിയേറ്ററിൽ കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കൊള്ളാം, ഇത് വളരെ നല്ല ഒരു ഇതാണ്. അതോടുകൂടി എനിക്ക് പിന്നെ അവൻ്റെ കൂടെ പലയിടത്തും കറങ്ങി നടക്കാൻ ധൈര്യമായി. പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ +2 വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജിൽ തന്നെയാണ് പോയത്. പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, ഇനിയിപ്പം നമുക്ക് നിയമപരമായിട്ടുള്ള ഏജായി, അതുകൊണ്ട് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഹൈവേയിലേക്ക് വണ്ടി ഓടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അതെന്താ? അപ്പോൾ പറഞ്ഞു, ഒന്നും അറിയില്ല, നീ ഭാവിക്കരുത്, ഞാൻ നിനക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തരാം. അത് കണ്ട് നീ ആദ്യമായുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കണം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതും പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമാകും നമ്മൾ മുന്നോട്ട് പോകുക എന്നവൻ പറഞ്ഞു. വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ഞെട്ടി. ഇത്രയൊക്കെ വേണമെന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വേണമെന്ന്. അവനെന്നെ കല്യാണം കഴിക്കാൻ പോകില്ലേ, എങ്കിൽ സമ്മതിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി എക്സ്പ്രസ് ഹൈവേയിലേക്ക് അങ്ങ് കയറി. അവൻ വിളിച്ചെടുത്ത് പലപ്പോഴും ഞാൻ പോയി. സത്യം പറയാമല്ലോ, ഒരു സ്ത്രീയായിട്ട് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പോലും ഞാൻ അവിടെ പോകുമായിരുന്നു. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും അബദ്ധം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഞാൻ ഒരു ട്രിക്കുണ്ട് എന്ന് പറഞ്ഞ് അവൻ അതനുഷ്ഠിച്ചു. അപ്പം ഞാൻ ഓർത്തു, ഇത് സേഫാണ്, ഒരിക്കലും എനിക്ക് ഒരബദ്ധവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ഞാൻ നീരാടി ആറാടി, അവനും അങ്ങനെ തന്നെ. പക്ഷേ മാഡം, എൻ്റെ 3rd ഇയറിൽ വെച്ചിട്ടാണ് എനിക്ക് വലിയൊരു അബദ്ധം പറ്റുന്നത്. അബദ്ധമെന്ന് പറയുമ്പോഴേക്കും അവസാനമായപ്പോൾ ഓവർ കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ പിന്നെ ആറാട്ടും നീരാട്ടുമെല്ലാം കൂടിപ്പോയി. അപ്പോഴാണ് ഞാൻ ശരിക്കും വലഞ്ഞു പോയത്. അമിതമായ ഛർദിൽ വന്നപ്പോഴാണ് വീട്ടുകാർ ശ്രദ്ധിച്ചത്. അതോടുകൂടി അവരെന്നെ കൈയോട് പിടിച്ചു. എന്താണ് ഈ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തത്ത പറയുന്ന പോലെ പറഞ്ഞില്ലെങ്കിലും ഞാനൊരു മൈന പറഞ്ഞതുപോലെ പറഞ്ഞു. അമ്മയും അച്ഛനും അത് കേട്ട് ഞെട്ടി. എന്തായാലും ഇത്രയായില്ലേ, ആ ചിക്കൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതാണ്. 2 പേർക്ക് പ്രായപൂർത്തിയായി, പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരു കരാറെങ്കിലും ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് ഇത് ഉപേക്ഷിക്കാമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചു. അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അതിലും വലിയ പുകില്. അവര് സമ്മതിക്കുന്നതേയില്ല. ജാതി മാറിയുള്ള കല്യാണത്തിന് അവർക്കൊട്ടും താല്പര്യമില്ല. മകനെ വിളിച്ച് വിസ്തരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അവനും വലിയ പിടിയൊന്നുമില്ല, ഞാനുമായിട്ട് ചെറിയ ഇഷ്ടമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും വരാൻ മാത്രമുള്ള ഒരിഷ്ടവും ഉണ്ടായിട്ടില്ല. ഇവൾക്ക് മറ്റു പല ആണുങ്ങളുമായിട്ടും അവിടെ കൂട്ടുകെട്ടുണ്ട്. അങ്ങനെ വന്നായിരിക്കാം. അവന് കൂടുതലൊന്നും അറിയില്ല. എന്നെ പ്രേമിച്ചെന്നുള്ളത് ശരിയാണ്, അവനല്ല അതിന് കാരണക്കാരൻ. അവൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ലെന്ന് വരെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അവസാനം ഞാൻ കുറ്റക്കാരിയായി. അവനെതിരെ പൊരുതണം, എല്ലാവരോടും പറയണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അച്ഛനും അമ്മയും എന്നെ വിലക്കി. ഇനിയിപ്പോൾ അവൻ്റെ പുറകെ പോകണ്ട.
ഇനി അവൻ്റെ പുറകെ പോകണ്ട, ആരോടും ഒന്നും പറയണ്ട, ഇത് നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പരാജിതയായിപ്പോയി മാഡം. എന്ത് പറയണമെന്നറിയില്ല. ഏറ്റവും വലിയൊരു പറ്റാണ് എനിക്ക് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഓർമ്മകൾ അതെന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. അവൻ പോയത് എനിക്ക് വല്ലാത്ത പ്രശ്നമായി. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിടത്ത് പെട്ടെന്നൊരു മതിൽ വന്നതുപോലെയായി. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ തലവേദനകൾ എന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ ഒരു ബന്ധു, അവർ ഒരു നേഴ്സാണ്. അവർ മൂലമാണ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുത്തത്. പിന്നീട് ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ അവനെ അവർ നാട് കടത്തിയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല മാഡം. അങ്ങനെ PG കഴിഞ്ഞ് ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് കയറി. ഈ പറഞ്ഞ നേഴ്സാണ് എനിക്ക് അതിനുള്ള വേക്കൻസി ഉണ്ടാക്കി തന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമില്ലേ, അവിടുത്തെ മാനേജർക്ക് എന്നോട് ഒരു താല്പര്യം. എൻ്റെ ഹിസ്റ്ററി ഒന്നും അയാൾക്കറിയില്ലല്ലോ. അയാൾ എന്നോട് പ്രേമപൂർവ്വം പെരുമാറാൻ തുടങ്ങി. ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷെ ഒരു ഘട്ടത്തിൽ എൻ്റെ നിലയെല്ലാം കൈവിട്ടു പോയി. കാര്യം എൻ്റെ പഴയ കാമുകനേക്കാൾ നല്ലൊരാൾ. അതുമാത്രമല്ല, പഴയ ഓർമ്മകൾ എന്നെ മാടി വിളിക്കുന്നു. ചിലങ്കയണിഞ്ഞ് തുള്ളാൻ എനിക്ക് മോഹമായി. ഞാനും നന്നായി തുള്ളി. കാര്യം ആ ഒരു ഓഫീസിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വൈകുന്നേരം 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ താമസിക്കും ചില ദിവസങ്ങളിൽ. അങ്ങനെ ആ റൂം ഞങ്ങൾക്ക് 2 പേർക്കും വളരെ സഹായകരമായി. എനിക്ക് ഒന്നും അറിയില്ലെന്നുള്ള മട്ടിലാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. പക്ഷേ മാഡം, ആ സമയത്ത് ഞാനെല്ലാം മറന്നുപോയി. മുകളിലൂടെ കൊടുങ്കാറ്റ് പോലെ ചുറ്റിയടിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അവസാനം അയാളെന്നോട് പറഞ്ഞു, കൊച്ചു കള്ളി, നീ മിടുക്കിയാണെന്ന്. അവസാനം എന്നോട് നിനക്ക് എല്ലാം അറിയാമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പറ്റിയ അബദ്ധങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. സാരമില്ല, ഇതുപോലെ സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അബദ്ധം പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ബന്ധം എനിക്കും ഒരു റിലാക്സേഷനായിരുന്നു. വീട്ടുകാർക്കും സംശയമില്ല, ജോലിയല്ലേ, ശമ്പളവും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ദിവസം എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന ആ നേഴ്സ് ചേച്ചിയില്ലേ, അത് മണത്തറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെ പറഞ്ഞതാണ്. ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും സുന്ദരനായ അയാളുമായിട്ട് അവർക്കും അടുപ്പമുണ്ടായിരുന്നു. ആവേശം കയറി കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഞാനുമായുള്ള കാര്യങ്ങളൊക്കെ അയാൾ വിസ്തരിച്ചു. അത് കേട്ടതോടുകൂടി ആ ചേച്ചിക്ക് എന്നോട് വല്ലാത്ത വിരോധമായി. അന്ന് തന്നെ എന്നെ വിളിച്ച് ഒത്തിരി ശാസിച്ചു. എടി, ഒരിടത്ത് വെച്ച് നിനക്ക് അബദ്ധം പറ്റി. നീ വലിയ മരം കയറിയാണെന്ന് എനിക്കറിയാം. ഒരബദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോ? നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവില്ലേ, നല്ലൊരു ജോലിയില്ലേ? എന്നിട്ട് എന്തിനാണ് കല്യാണം കഴിച്ചോടത്തിന് പുറകെ നടക്കുന്നത്? നിങ്ങളല്ലേ ആദ്യം കുടമെടുത്ത് ആടിയത് എന്ന് ചോദിച്ചു. അതോടുകൂടി അവരെൻ്റെ ശത്രുവായി. എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ അയാളുമായിട്ട് ഇപ്പോൾ നല്ല റിലേഷനിലാണ്. അവിടെയും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മകൾക്ക് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി അച്ഛനും അമ്മയും കൂടെ ഇവിടെ കരകാട്ടമാടാൻ തുടങ്ങി. എന്ത് ചെയ്യാനാണ്? അപ്പോഴേക്കും അവർ വിളിച്ച് അയാളുടെ ഭാര്യയോട് പറഞ്ഞു. അവർ തമ്മിലുള്ള ബന്ധം മറച്ചു വെച്ച് ഞാനാണ് കുറ്റക്കാരി. പണ്ട് മുതലേ എൻ്റെ സ്വഭാവം ഇതാണെന്നും ഒത്തിരി ആണുങ്ങളുടെ കൂടെ ഞാൻ ബീച്ചിലും കാട്ടിലുമൊക്കെ കറങ്ങി നടക്കുകയായിരുന്നെന്നും അവസാനം അബദ്ധം സംഭവിച്ചു. ഒരു ചെക്കൻ്റെ മുകളിൽ അടിച്ച് അത് ഏൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടുകാരും ചെക്കനും എതിർത്തു. അവസാനം നാഥനില്ലാത്ത ഒന്ന് കളയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനാണ് സഹായിച്ചത് എന്നവർ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്ത നാട്ടിലും വീട്ടിലും കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും അച്ഛനെയും അമ്മയും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അവർ എതിർത്തെങ്കിലും മറ്റേ നേഴ്സ് ചേച്ചി പറഞ്ഞ തെളിവുകളാണ് ആളുകൾ വിശ്വസിച്ചത്. അവർ പിന്നെയും ഒരു ഗോസിപ്പോടെ അടിച്ചിറക്കി. രണ്ടാമതും ഇപ്പോൾ മാനേജരുമായുള്ള ആ കാര്യത്തിലും എനിക്ക് അബദ്ധം പറ്റി. ആദ്യത്തെ കാര്യത്തിനും ഈ കാര്യത്തിനും സഹായിച്ചത് അവരാണ്. എന്നിട്ടും അവരെ എന്തൊക്കെയോ പറഞ്ഞ് തെറി വിളിച്ചു എന്ന് പറഞ്ഞാണ് കഥകൾ ഇറക്കി അവർ ഈ വാർത്തയെല്ലാം കാറ്റിൽ പറത്തിയത്. അതോടുകൂടി വീട്ടുകാർക്ക് എന്നോട് വിരോധമായി. എന്നോട് അച്ഛനും അമ്മയും പറഞ്ഞു, നിനക്കിനി നല്ലൊരു കല്യാണം പോലും കിട്ടില്ല. നീ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ദൂരെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെയാണ് കണ്ണൂരിലേക്ക് അവരെന്നെ പറഞ്ഞയച്ചത്. അച്ഛൻ്റെ അപ്പച്ചിയുടെ മകൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് 19 വയസ്സുണ്ട്. കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമുള്ളതാണ്. പക്ഷേ അവരാരും ഇപ്പോൾ കൂടെയില്ല. കുടകിലോ മറ്റോ ആണ് 2 ആണുങ്ങളും കെട്ടി താമസിക്കുന്നത്. അവർക്ക് അവിടെ എന്തോ ബിസിനസ്സോ മറ്റുമാണ്. അതുകൊണ്ട് പുള്ളിക്കാരി തനിയാണ്. ഞാൻ ചെല്ലുന്നത് അവർക്ക് സന്തോഷമേ ഉള്ളൂ.
പക്ഷേ അതിനു മുമ്പേ എല്ലാ കാര്യങ്ങളും അച്ഛൻ ആൻറ്റിയോട് തുറന്നു പറഞ്ഞു. ഞാൻ തെറ്റുകാരിയാണെന്നും 2 വട്ടം തെറ്റ് ചെയ്താണെന്നുമാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. ആക്ച്വലി നോക്കുമ്പോൾ ഞാൻ 2 തെറ്റ് ചെയ്തു. പക്ഷേ എന്ന് വെച്ചിട്ട് അവർ 2 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ആകെ കൂടി ആദ്യത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടുള്ളൂ. അബദ്ധം 2 പറ്റിയിട്ടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞെങ്കിലും അച്ഛനും അമ്മയും പോലും വിശ്വസിച്ചില്ല. കാര്യം നീ അവരുമായി ചേർന്ന് കള്ളക്കളി കളിച്ചതായിരിക്കാം. അവൾ സത്യം പറഞ്ഞു. ഞങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നവളല്ലേ നീ എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആൻറ്റിയോട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്നോട് പറഞ്ഞു, നീ വലിയൊരു കേമിയാണ്. എന്ത് ചെയ്യാനാ, സ്നേഹിച്ച് ജീവിച്ചെങ്കിലും എൻ്റെ ഭർത്താവ് 15 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ കയ്യിൽ ചില ഉടായ്പകളൊക്കെ ഉണ്ട്. മക്കളും ചെറുപ്രായത്തിന് കല്യാണം കഴിച്ച് എന്നെ വിട്ടുപോയി. പിന്നെ ജീവിക്കണമെങ്കിൽ അമ്മമാർ തരുന്ന കുറച്ച് പൈസ, അതല്ലാതെ നോക്കുമ്പോൾ എനിക്ക് വേണം മോളെ ചില പിടിവള്ളികൾ. അങ്ങനെയുള്ള പിടിവള്ളികൾ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്ന് എൻ്റെ കൂടെ ജീവിച്ചാൽ എനിക്കൊരു പ്രശ്നവുമില്ല. നീ ചെയ്ത തെറ്റുകൾ ഞാനും ചെയ്യുന്നു, ഞാൻ ചെയ്ത തെറ്റുകൾ നീയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവരുടെ വർത്തമാനം കേട്ട് എനിക്ക് ആശ്വാസം തോന്നി, എന്നാൽ ഞെട്ടലും തോന്നി. അവരെന്നോട് പറഞ്ഞത്, മോളെ നിനക്ക് ഞാനിവിടെ ഒരു ജോലി തരപ്പെടുത്തി തരാം. ഒരു കമ്പ്യൂട്ടർ സെൻ്ററിലാണ്. അവിടെ നീ ജസ്റ്റ് പോയാൽ മതി. അതിൻ്റെ മുതലാളിയുണ്ട്. അങ്ങേരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങേർക്ക് നിന്നോട് താല്പര്യമൊന്നുമില്ല. കാര്യം അങ്ങേരുടെ ചോയ്സ് വേറെയാണ്. നിൻ്റെ പ്രായമുള്ള പെൺകുട്ടികളെ അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് 45 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് താല്പര്യം. പക്ഷേ നിനക്ക് ജോലി അവിടെ തരും. ചെറിയ ശമ്പളമേ കാണുകയുള്ളൂ. പക്ഷേ മോളെ ഒരു 4 മണിയാകുമ്പോഴേക്കും നീ അവിടെ നിന്ന് പോരണം. വേറെ പെണ്ണുണ്ടല്ലോ, അവളിരുന്നോളും. വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ആഴ്ചയിൽ നമുക്ക് 2-3 അതിഥികൾ കാണും. എനിക്കും കാണും 2-3 അതിഥികൾ. അപ്പോൾ നമ്മൾ 2 പേരും 2 മുറികളിൽ എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ചെക്കന്മാരൊക്കെ ഉണ്ട്. അവർ പറയാതെ ഒന്നും കയറി വരില്ല. കാരണം ഓൾറെഡി പറയാതെ കയറി വന്ന് അവരും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്നും എന്താണെന്നും അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ വരാത്തത്. പിന്നെ അത്യാവശ്യം കാശ് അയച്ചു തരും, അമ്മയാണല്ലോ എന്നോർത്ത്. അല്ലാതെ അവർ വരില്ല മോളെ. ആൻറ്റി ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ നാട്ടുകാർക്കെല്ലാം ആൻറ്റിയുടെ കഥ അറിയാം, എൻ്റെ കഥ അറിയാവുന്നതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയും നമ്മൾ കാണേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ ഭാവം മാറി. എൻ്റെ അടുത്ത് ഒരുത്തിനും അടുക്കില്ല, മക്കൾ പോലും അടുക്കില്ല. അപ്പോഴാണോ ഇഷ്ടമില്ലാത്തവന്മാർ? എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർ മാത്രം നമുക്ക് കോടിക്കണക്കിന് പണം കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളുടെ ഇഷ്ടമാണ് നമുക്ക് വലുത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ പറയാം, എനിക്കിത് പറ്റില്ല ആൻറ്റി, എനിക്ക് എൻ്റേതായ ചോയ്സുകളുണ്ടെന്ന്. ചോയ്സ് വേണം മോളെ, അതാണ് മനുഷ്യൻ്റെ ഒരിത്. അല്ലാതെ കണ്ടാം അലവരാതി പെണ്ണുങ്ങളെ പോലെയാണോ നമ്മൾ? നമുക്ക് നമ്മുടേതായ ഒരു മാന്യത വേണ്ടേ മോളെ എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ ഒന്ന് കിള്ളി. ആൻറ്റി ഇതാണോ മാന്യത? ഇതൊരു മാന്യതയാടി. പകൽ മാന്യന്മാർക്കൊക്കെ രാത്രി മാന്യത അങ്ങ് പോകും. അപ്പം പിന്നെ നമ്മൾ മാന്യതയുള്ളവളല്ലേടി എന്ന് ചോദിച്ചു. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളിൽ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം. പക്ഷേ ഞാൻ വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചു. എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ നന്നാക്കാൻ കൊണ്ടിട്ടത് നല്ല സ്ഥലത്ത് തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് ഞാൻ വീണത് 2ാം സ്വർഗത്തിലേക്ക്. എന്ത് കഥയായത്! പക്ഷേ മാഡം അവിടെ ചെന്നതിൽ പിന്നെ മറ്റു പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത് പോലെ അയ്യോ എൻ്റെ ജീവിതം കോഞ്ഞാട്ടായി കഥനകഥയാണ്, അങ്ങനെയുള്ള കഥനകഥകളൊന്നും എനിക്കില്ല. ഞാനാദ്യം ആൻറ്റി പറയുന്നത് കേട്ട് ആൻറ്റിക്ക് നാട്ടിൽ നല്ല പേരുദോഷമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ആൻറ്റി വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. വീടിൻ്റെ പൂമുഖത്ത് നല്ലൊരു വീട്ടമ്മയെ പോലെ ഇരിക്കും. നല്ല സഹകരണമാണ്. പിന്നെ മുറ്റത്തെ ഗേറ്റ് ഒരിക്കലും തുറക്കില്ല. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ലൈറ്റ് പോലും ഇടില്ല. നേരത്തെ ഉറങ്ങും. അതായത് 9 മണിയാകുമ്പോഴേക്കും ലൈറ്റെല്ലാം കെടുത്തി ഗേറ്റെല്ലാം അടച്ച് പൂട്ടി ബന്ധവസാക്കും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക്കലി വളരെ നല്ല പെരുമാറ്റമാണ്. ആരോടും മിതമായി സംസാരിക്കുള്ളൂ. വലിയ ഓവർ ആക്ഷൻസ് ഒന്നുമില്ല. വീട്ടിലാണെങ്കിൽ തലകുത്തി മറിയും. അങ്ങനെ പ്രത്യേക രീതിയിൽ ഒരു ഇമേജ് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. മക്കളിൽ ഒരാളാണ് ഒരു വട്ടം ഇവരുടെ കയ്യാങ്കളികളൊക്കെ കണ്ടുപിടിച്ചത്. അതാണ് അവർക്ക് വിനയായത്. 2 ആൺമക്കളും കുറച്ച് വെറുത്തു പോയി. പക്ഷെ അതെല്ലാം നോക്കുമ്പോൾ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. അതിന് ഒരു കാരണമുണ്ട്.
മുൻവശം ഒരു മെയിൻ റോഡാണ് വീടിൻ്റെ. പക്ഷേ പുറകുവശം കുറേ നീളത്തിലുള്ള സ്ഥലമാണ്. അതിൻ്റെ നടുക്കൂടെ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. ആർക്കും ഒട്ട് കാണാനും പറ്റില്ല. കാര്യം അപ്പുറത്തെ ചെറിയ റോഡിൽ നിന്നൊക്കെ അവിടേക്ക് കയറി ഈസി ആയിട്ട് വരാം. പക്ഷെ ഒരു മനുഷ്യരും മനസ്സിലാക്കിയില്ല. സസ്യനിബിഡമായ ആ പുരയിടത്തിലൂടെ ഒരാൾ പതുക്കെ ചെറിയ വഴിയിലൂടെ നടന്നു വന്ന് വീടിൻ്റെ പുറകുവശത്തൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റിയുടെ പേര് അവിടെ അധികം ചീത്തയായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ഒരു മിടുമിടുക്കിയാണ്. ആ കൂടി പറ്റിപ്പോയത് മക്കൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എങ്കിലും സ്വന്തം അമ്മയെപ്പറ്റി അവരെന്തായാലും അടുത്തുള്ള ആൾക്കാരോട് പറയില്ലല്ലോ. അത് അവർക്ക് ഒരു രക്ഷയായി. ചുമ്മാതല്ല എൻ്റെ അച്ഛനും അമ്മയൊന്നും കാര്യങ്ങൾ അറിയാതിരുന്നത്. അത്രയ്ക്കും രഹസ്യമായി എല്ലാം നടത്തിയെടുക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അവരുടെ കൂടെ ചേർന്നതിൽ പിന്നെ എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് അങ്ങ് മാറി. എന്തായാലും പുള്ളിക്കാരി ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഞാനും ഒരു ഫിൽട്ടർ ചെയ്യും. എനിക്കിഷ്ടമുള്ള ആളുകൾ മാത്രമേ എന്നെ കാണാൻ വരികയുള്ളൂ. പിന്നെ ആൻറ്റിയും ഞാൻ ജോലി ചെയ്യുന്ന അവിടുത്തെ മുതലാളിയും തമ്മിൽ നല്ല കൂട്ടാണല്ലോ. അയാൾ മിക്ക ദിവസങ്ങളിൽ വരുന്നത് കൊണ്ട് ആൻറ്റിക്ക് അധികമൊന്നും ഇപ്പോൾ കൂടുതലായി ചിന്തിക്കേണ്ട കാര്യമില്ല. അയാൾ ഇഷ്ടം പോലെ പണം കൊടുക്കും. പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്നവരും ആൻറ്റിക്ക് തന്നെ പല ബന്ധങ്ങളും ഉണ്ടല്ലോ. അത് വെച്ചിട്ടുള്ള കോണ്ടാക്റ്റുകൾ കൊണ്ടാണ് എന്നെ അവർ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ആൻറ്റി എന്നോട് പറഞ്ഞ ഉപദേശം അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഒരു തടസ്സം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. സിന്ദൂരക്കുറിയൊക്കെ തൊട്ട് അമ്മായിമ്മയായിട്ട് മരുമകളായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സാധിച്ചെടുത്തു. അത് കഴിഞ്ഞ ശേഷം എന്നോട് ആൻറ്റി പറഞ്ഞു, മോളെ ഇനി നിനക്ക് ഏത് മലയുടെ കൂർത്ത ഉച്ചിയിലും കൊടുങ്കാറ്റായി ചുറ്റിയടിക്കാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്കും ഒത്തിരി ഒത്തിരി സന്തോഷമായി. ആൻറ്റിയുടെ ഉപദേശത്തിലും മേൽനോട്ടത്തിലും ഞാൻ കുന്നുകൾ മാത്രമല്ല പർവ്വതങ്ങളും കീഴടക്കി മുന്നോട്ട് പോയി. ആൻറ്റിക്ക് അതിനെല്ലാം വ്യവസ്ഥയുണ്ടായിരുന്നു. എൻ്റെ മോൾ സുന്ദരിയാണ്, അവൾക്ക് ഞാൻ പറയുന്നത് കിട്ടണം എന്നവർ സ്ട്രിക്റ്റായി പറഞ്ഞതുകൊണ്ട് കാശെല്ലാം അവരുടെ കയ്യിൽ കിട്ടും. അതവരെടുക്കുകയില്ല. എനിക്ക് വേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കി അതെല്ലാം സേവ് ചെയ്തു. അവരെന്നോട് പറഞ്ഞത് ആവോളം നമുക്ക് മുന്നോട്ട് പോകണം. പക്ഷേ എന്ന് വെച്ച് നീ ഒരു കല്യാണം കഴിക്കണം. നല്ലൊരാളാണ് വരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഏകദേശം 30 വയസ്സ് അടുക്കാറാവുമ്പോഴേക്കും നിൻ്റെ കല്യാണം ഞാൻ നടത്തും. വീട്ടുകാരതിനിടയ്ക്ക് ഞാൻ സാലറിയൊക്കെ അയച്ചു കൊടുക്കുന്നത് കൊണ്ട് സ്നേഹത്തോടെ എൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. പണം കൊടുക്കാം, പക്ഷേ എനിക്ക് അവരുടെ സഹവാസം ഇനി അധികം വേണ്ട. അങ്ങനെ ആൻറ്റിയും ഞാനും കൂടെയാണ് ലക്ഷോപലക്ഷം പൂജാമന്ത്രങ്ങൾ ഉരുവിട്ട് നെയ്യൊരുക്കി ഹോമകുണ്ടം ജ്വലിപ്പിച്ചത്. എന്തായാലും ആൻറ്റി എനിക്ക് തന്ന ഉപദേശം എനിക്കൊത്തിരി ഉപകാരമായി മാഡം. ബാങ്കിൽ നല്ല പണമുണ്ടായി. ഇതിനിടയ്ക്ക് ഇവിടെ തന്നെ ഒരു വസ്തു വാങ്ങി അവിടെ വീടും വെച്ചു. ബാങ്കിൽ എനിക്ക് നല്ലൊരു തുക FDയുമായി കഴിഞ്ഞ ശേഷമാണ് ആൻറ്റി എന്നോട് പറഞ്ഞത് ഇനി നിനക്ക് വിവാഹത്തിന് ആരെങ്കിലും കണ്ടുപിടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ 29ാമത്തെ വയസ്സിലാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. ലേറ്റ് മാരേജ് ആയതുകൊണ്ട് ഇത്തിരി പ്രായമുള്ള ആൾക്കാരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് മാഡം എൻ്റെ വിവാഹം നടന്നത്. നല്ലൊരാൾ, 35 വയസ്സുണ്ട്. പുള്ളിക്ക് സർക്കാർ ഉദ്യോഗമുണ്ട്. ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. അത് വേർപെടുത്തി 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടിക്ക് മാനസികമായ എന്തോ പ്രശ്നമായിരുന്നു. അങ്ങനെ എൻ്റെ 2ാം വിവാഹം കെങ്കേയവുമായി നടന്നു. എന്തുകൊണ്ടും എനിക്ക് അനുയോജ്യനായ നല്ലൊരാളാണ് കാഴ്ചയിൽ. പക്ഷേ ആൻറ്റി എന്നോട് വാണിംഗ് തന്നു, മോളെ നിൻ്റെ കല്യാണം എൻ്റെ സ്വപ്നമാണ്. ഇങ്ങേര് നല്ല ചെക്കൻ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം നീ ഓർക്കണം, ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ മാത്രമാണ് മിടുക്കുകളെന്ന് വിചാരിക്കരുത്. അങ്ങേരും ധാരാളം ഓടുന്ന തീവണ്ടിയിൽ കയറിക്കാണും. തീവണ്ടികൾ പോയ പാളങ്ങളും റെയിലുകളുമൊക്കെ അങ്ങേര് കണ്ടും കാണും. അപ്പം അതുകൊണ്ട് നീ നേരത്തെ തന്നെ ഒരു കഥ പറയണം. പണ്ടൊരു കാമുകനുണ്ടായിരുന്നു, അയാൾ ചതിച്ചു. അങ്ങയുടെ കൂടെ ഞാൻ കുറേയധികം വിശ്വസിച്ച് നടന്നിരുന്നു. അവസാനം എനിക്ക് ചതിയാണ് പറ്റിയത് എന്ന് പറഞ്ഞ് നീ പൊട്ടിക്കരയണം. അതായത് നിന്റെ ജീവിതത്തിൽ ആണുങ്ങൾ ഒരിക്കലും ഇല്ലെന്ന് നീ പറയരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കില്ല. ഇടവഴി പ്രതീക്ഷിച്ചു വരുന്നവൻ നടവഴി കണ്ട് ഭയക്കരുത് എന്ന് പറഞ്ഞു. എന്തായാലും ആൻറ്റി പറഞ്ഞത് അക്ഷരപ്രതി ശരിയായതുകൊണ്ട് പുള്ളിയോട് ഞാൻ ഈ കഥ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചു. പുള്ളി പറഞ്ഞു സാരമില്ല, എനിക്ക് മനസ്സിലായി ഇത്രയും പ്രായം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രേമം ഉണ്ടായിരിക്കാമെന്ന്. അതും നല്ലത്. വീണിടം വിഷ്ണുലോകം. എല്ലാവർക്കും സന്തോഷമായി.
കല്യാണം ഉറപ്പിച്ചപ്പോൾ എൻ്റെ പഴയ 2 കഥകൾ പൊങ്ങി വന്നു. അക്ഷരം പ്രതി വള്ളിപ്പുള്ളി തെറ്റാതെ നാട്ടുകാരെല്ലാം അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു. പക്ഷെ എന്നെ വിളിച്ചു ചോദിച്ചപ്പോഴേക്കും ഞാൻ കരഞ്ഞു. ഇല്ല, രണ്ടാമതൊന്നും സംഭവിച്ചില്ല, ആദ്യത്തെ നേരാണ്. പക്ഷെ ഇവർ പറഞ്ഞതുപോലെ എനിക്ക് അബദ്ധമൊന്നും സംഭവിച്ചില്ല. അബദ്ധം പറ്റിയിട്ട് പല കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളത് നേരാണ് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ച് ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ചേർന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു മടുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇങ്ങനൊന്ന് വീട്ടമ്മയായിട്ട് കഴിയാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, എടി എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എനിക്ക് രണ്ടാമതൊരു കല്യാണം വേണ്ട, വലിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നിനക്കങ്ങനെ അല്ല, നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും, സാരമില്ല, വിവാഹ ജീവിതം എന്നുള്ള വെട്ടിലേക്ക് വീഴൂ എന്ന് പറഞ്ഞു. പക്ഷേ മാഡം, എനിക്ക് എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല. കുറച്ച് നാളൊക്കെ കടിച്ചു പിടിച്ച് നിന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. പുള്ളി അടുത്ത് തന്നെയാണ് താമസം. എന്നോട് വലിയ കാര്യമാണ്, നല്ല സഹായമാണ്. ഒരു ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കണ്ടാൽ ആർക്കും ഒരിഷ്ടം തോന്നും. എൻ്റെ ഭർത്താവിനേക്കാൾ കേമമാണ്. അടങ്ങിയിരിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. എനിക്ക് ആദ്യത്തെ കഥ പോലെ തന്നെ അങ്ങോട്ട് കയറി അമ്മാനം ആടേണ്ടി വന്നു. പക്ഷേ പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം നന്നായി ഉണ്ടായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരു കടക്കണ്ണ് ഒന്നും ഞൊടിക്കേണ്ടി വന്നില്ല. എൻ്റെ കാര്യങ്ങൾ തകൃതിയായി നടന്നു. ഹസ്ബൻഡിന് ജോലി ഉള്ളതുകൊണ്ട് പകൽ സമയത്തൊക്കെ അദ്ദേഹം ചിലപ്പോൾ ഫ്രീ ആണെങ്കിൽ ഇവിടെ എനിക്ക് നല്ല സഹായമാണ്. അവസാനം ഞാൻ ആൻറ്റിയോട് എല്ലാം തുറന്നു പറഞ്ഞു. ആൻറ്റി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ആൻറ്റിയുടെ കാര്യങ്ങൾ പഴയതുപോലെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലാറുമുണ്ട്. 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നാൽ ആൻറ്റി പറഞ്ഞത് വേണ്ട, ഇത് നിർത്തണം എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോയി മാഡം. 2-3 ഡോക്ടർമാരെ ഞാൻ എൻ്റെ ഭർത്താവ് അറിയാതെ പോയി കണ്ടു. പക്ഷേ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ദാമ്പത്യ ജീവിതം എനിക്ക് തോന്നുന്നത് എൻ്റെ കയ്യിൽ നിൽക്കില്ലെന്നാണ്. എനിക്കാരുടെ കൂടെ അടങ്ങി ഒതുങ്ങൊന്ന് ജീവിക്കാൻ വയ്യ. മനസ്സ് പാടെ മാറ്റുന്ന വല്ല ട്രീറ്റ്മെൻറ്റും ഉണ്ടോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അറിവിൽ അങ്ങനെ മനസ്സ് പാടെ മാറ്റുന്ന ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല. ഇനി അങ്ങനെയുള്ള അതീന്ദ്രിയ ശക്തികളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പറ്റിയേക്കും. തൽക്കാലം എൻ്റെ അറിവിൽ ഇല്ല. അപ്പം നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ദാമ്പത്യ ബന്ധത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു ചെയ്യാനാണ്? ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങളും ആൻറ്റിയും കൂടെ അവിടെ രഹസ്യമായി കാര്യങ്ങളൊക്കെ ചെയ്ത് സക്സസ്സായി ഇത്രയും രീതിയിലേക്ക് വന്നു. കല്യാണവും കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധം മാനേജ് ചെയ്ത് ഇതൊന്നും പുറത്തറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കുറേ കാലമൊക്കെ നിന്നേക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെയും പഴയതുപോലെ പല പ്രശ്നങ്ങളും ഇങ്ങനെ തലപൊക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇനിയൊരു സൈക്കോ തെറാപ്പിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ സൈക്കോ തെറാപ്പി എന്നുള്ളൊരു സെഷനിലേക്ക് പോകാൻ നോക്കൂ. ആ വഴിയോടെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിലും കൺട്രോൾ ഉണ്ടാകുന്നില്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ലാവണത്തിലേക്ക് പോകുക. അത്രയും പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും 100% സ്യൂട്ടബിൾ ആകുന്ന ഒന്നല്ല ദാമ്പത്യ ജീവിതം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായുള്ള കാര്യങ്ങളാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കുഴപ്പമാണ്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. പറ്റിയില്ലെങ്കിൽ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമല്ലോ. അപ്പോൾ എന്താ ചെയ്യുക?